ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ ലഭിക്കുന്ന ഒരു ഫുഡാണ് ഫ്രൈഡ് റൈസ്. യൂറോപ്യൻ യാത്രകളിൽ മീറ്റ് കഴിക്കാത്ത റൈസ് അഡിക്റ്റായ എനിക്ക് ഏക റിലീഫും ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലെ ഫ്രൈഡ് റൈസ് ആണ്. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസിൻ്റേത്. ഇൻഡോ ചൈനീസ് സ്റ്റൈലിലുള്ള റെസിപ്പീസ് എനിക്കിഷ്ടവുമാണ്. ഹായ്, ദിസ് ഇസ് ലക്ഷ്മി. വെൽക്കം ടു ഈസ്തറ്റിക് ട്രാവലർ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ. ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒരു ഹോം മെയ്ഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ ഈസി റെസിപ്പിയാണ് ഈ വീഡിയോയിൽ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ബീൻസ്, ക്യാരറ്റ്, ഗാർലിക്, സവാള, കാപ്സിക്കം, പച്ചമുളക്, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചോപ്പ് ചെയ്തത്, ഒലീവ് ഓയിൽ, ബ്ലാക്ക് സോയ സോസ്, ക്രഷ്ഡ് പെപ്പർ, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, നാരങ്ങാനീര്, 2 കപ്പ് ബസ്മതി റൈസ് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കുക. അരി വേവിക്കുന്ന വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട ശേഷം സോക്ക് ചെയ്ത അരി ഇതിലേക്കിട്ട് ഇളക്കുക. വെള്ളം നല്ലവണ്ണം തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. അരി ഒരിക്കലും ഓവർ കുക്ക്ഡ് ആകാതെ പാകത്തിന് വേകുവാൻ ശ്രദ്ധിക്കണം. ഏകദേശം 80-85% വേഗമാകുമ്പോൾ സ്ട്രെയിനറിലേക്ക് മാറ്റി ആറാൻ വയ്ക്കുക. ഫ്രൈയിങ് പാനിൽ ഒലീവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ ചൂടാക്കി അതിലേക്ക് ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഇട്ട് കുക്ക് ചെയ്യുക. ചൈനീസ് കുക്കിങ്ങിന് ഹൈ ഫ്ലെയിമിൽ ഫാസ്റ്റായിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. വെജിറ്റബിൾസ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പെപ്പർ പൗഡറും നാരങ്ങ നീരും 2 ടീസ്പൂൺ സോയാ സോസും വേണമെങ്കിൽ ചില്ലി സോസും ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് തയ്യാറായ ഫ്രൈഡ് റൈസ് ചൂടോടെ സെർവ് ചെയ്യുക. ഇനി എഗ് ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ ഫ്രൈയിങ് പാനിൽ കുറച്ച് റിഫൈൻഡ് ഓയിലോ ഒലീവ് ഓയിലോ ഒഴിച്ച് ചൂടാകുമ്പോൾ മുട്ട അതിലേക്കിട്ട് അല്പം പെപ്പർ പൗഡറും ഉപ്പും കൂടി ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്യുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജ് ഫ്രൈഡ് റൈസ് ആഡ് ചെയ്താൽ ഈസിയായി എഗ് ഫ്രൈഡ് റൈസ് തയ്യാർ. മീറ്റും പ്രോൺസും കുക്ക് ചെയ്ത ശേഷം ഇങ്ങനെ തയ്യാറാക്കാം. വീട്ടിൽ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഉള്ളപ്പോൾ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടി ഒരു സൈഡ് ഡിഷ് കൂടി ആയാലോ? ഇതിനായി കുക്കറിൽ ഉരുളക്കിഴങ്ങ്, സവാള, ഗ്രീൻ പീസ്, പച്ചമുളക് എന്നിവ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിക്കുക. ഇതിലേക്ക് മിക്സ് ചെയ്യാനായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, സവാള എന്നിവ ചെറുതായിട്ട് വഴറ്റി നല്ലവണ്ണം ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കടുക് വറുത്ത ശേഷം ഈ പേസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വെജിറ്റബിൾസിലേക്ക് ചേർക്കുക. ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി റെഡി. അപ്പോൾ ട്രൈ ചെയ്യുകയല്ലേ? നല്ല കോമ്പിനേഷനാണ്. ഈസിയാണ്, ടേസ്റ്റിയും ഹെൽത്തിയും. റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ